നഷ്ടങ്ങൾ കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ ഇറാനായിരിക്കും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുക. കാരണം അവരുടെ ആളുകളുടെ മരണം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞന്മാരുടെ മരണം, അവരുടെ ഭരണകർത്താക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ മരണം, അതുപോലെ കുറേ മാസ് ഡിസ്ട്രക്ഷൻ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം ആളപായമൊന്നും ഇസ്രായേലിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ ഇസ്രായേലിനെ ഞെട്ടിക്കാൻ ഇറാന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു നഷ്ടത്തിൻ്റെ കണക്ക് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ച ഒരു രീതി ഉണ്ടല്ലോ, അതെടുത്ത് നോക്കുമ്പോൾ ഇറാൻ്റെ ഒരു വലിയ വിജയമായിട്ട് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. ഇപ്പോൾ ട്രംപ് പറഞ്ഞപ്പോൾ സികേഷ് സൂചിപ്പിച്ചതുപോലെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രണ്ടുപേരും ട്രംപ് ആയാലും നെതന്യാഹു ആയാലും പറഞ്ഞ രണ്ട് കാര്യങ്ങളെന്താ? ഒന്ന് റെജിം ചേഞ്ചാണ്, രണ്ടാമത്തത് ആണവ നിരായുധീകരണമാണ്. ഇത് രണ്ടും നടന്നിട്ടില്ല. രണ്ടും നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇനി ഈ രാജ്യങ്ങൾക്കും ഈ ഭരണകർത്താക്കൾക്കുമില്ല. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഇറാൻ്റെ സമ്പൂർണ്ണ വിജയമായിട്ട് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും.